ഓണം സ്പെഷ്യൽ ജയിൽ ചാട്ടം. ഓണക്കാലത്ത് പോലീസുകാർക്ക് നിൽക്കാനും ഇരിക്കാനും കഴിയാൻ പറ്റാത്ത വിധത്തിലുള്ള ജോലിഭാരമാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, എവിടെ പോയാലും ഗതാഗത കുരുക്ക്. അവിടെയൊക്കെ തന്നെ ഈ പാവപ്പെട്ട പോലീസുകാർ നിന്ന് നട്ടം തിരിയുകയാണ്. അവരിൽ പലർക്കും ഓണം ഒന്ന് ആഘോഷിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് തിരക്കും ജോലിഭാരവുമാണ്. ക്രമസമാധാന ചുമതലയുണ്ട്, അതേപോലെ തന്നെ ട്രാഫിക്കിന്റെ ചുമതലയുണ്ട്. അങ്ങനെ പോലീസുകാർ വലയുകയാണ്. അതിനിടയിലാണ് ആലുവയിൽ ഒരു ജയിൽ ചാട്ടം ഉണ്ടായിരിക്കുന്നത്. പോലീസിന് വീണ്ടും തലവേദന ഈ ഓണക്കാലത്ത്. പൂരാടം ദിവസമായ ഇന്നലെ ആലുവ സബ് ജയിലിൽ നിന്ന് ഒരു പ്രതി രക്ഷപ്പെട്ടു പോയി. അയാളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അസം സ്വദേശിയാണ്, പേര് മധുർജ സോനാവാൾ. ഇയാൾക്കെതിരെയിട്ടുള്ള കുറ്റം മോഷണ കുറ്റമാണ്. അതായത് എറണാകുളത്തെ എടത്തല വ്യവസായ മേഖലയുണ്ടല്ലോ, ആ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രതി മധുർജ സോനാവാൾ 9 മൊബൈൽ ഫോണുകളാണ് കട്ടെടുത്തത്, മോഷ്ടിച്ചത്. ഈ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ ഇയാൾ പെരുമ്പാവൂരിലെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു പതിവ്. നമുക്കറിയാമല്ലോ, പെരുമ്പാവൂരിലാണ് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളും അവരുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയും ഉയർന്നു വന്നിട്ടുള്ളത്. അവിടെ നിരവധി കടകളുണ്ട്. ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ, നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവർക്ക് വേണ്ടത്. അവിടെ ഈ പറയുന്നത് പോലെ രഹസ്യമായി തമ്പാക്ക് വിൽക്കുക, അത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുക, അങ്ങനെ ഒരുപാട് പരാതികൾ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് ഇവരുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പെരുമ്പാവൂരിൽ ഇയാൾക്ക് കൃത്യമായ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ മുതലെടുത്തുകൊണ്ടാണ് ഈ മോഷ്ടിച്ച മൊബൈൽ ഫോൺ അയാൾ വിൽക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു മൊബൈൽ ഫോൺ വിൽക്കുന്നതിന് ഇടയിൽ ഈ പറയുന്ന പ്രതിയെ എടത്തല പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ 9 മൊബൈൽ ഫോണുകൾ ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എടത്തല പോലീസ്, ഇത് പെരുമ്പാവൂരാണല്ലോ ഇയാൾ വിൽക്കാൻ ശ്രമിച്ചത്, അപ്പോൾ അതിന്റെ ആ ജൂറിസ്ഡിക്ഷൻ, അതായത് കുറ്റകൃത്യം നടന്ന മേഖല പെരുമ്പാവൂരാണ്. അപ്പോൾ എടത്തല പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എടത്തല പോലീസ് ഈ കുറ്റകൃത്യം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിക്കുള്ളിലാണ് ഈ പറയുന്ന വിൽപ്പന നടന്നിട്ടുള്ളത്. അപ്പോൾ ആ വിൽപ്പന നടന്നിട്ടുള്ള പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ ഹാജരാക്കി. തുടർന്ന് നിയമ നടപടികൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ഇയാളെ റിമാൻഡ് ചെയ്തു. ആലുവ സബ് ജയിലിലേക്കാണ് ഇയാളെ റിമാൻഡ് ചെയ്തത്. ആലുവ സബ് ജയിലിനെ സംബന്ധിച്ച് അവിടെ 57 പ്രതികളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. ആകെ 10 സെല്ലാണുള്ളത്. പക്ഷേ ഇപ്പോൾ അവിടെ ഉള്ളത് 114 റിമാൻഡ് തടവുകാരാണ് ആലുവ സബ് ജയിലുള്ളത്. അപ്പൊ അക്കൂട്ടത്തിലാണ് ഇയാളും വന്നുപെട്ടത്. അതുകൊണ്ട് ഈ സെല്ലുകളിൽ തിങ്ങി ഞെരുങ്ങിയിട്ടാണ് ഈ പ്രതികൾ താമസിക്കുന്നത്. മാത്രമല്ല, ഇയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ ആ ജയിൽ നടക്കുകയാണ്. അപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മലയാളികളല്ല, ബംഗാളി, ഈ പറയുന്ന ബംഗാളികളും അതുപോലെ ആസാമിൽ നിന്നൊക്കെ വന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ അവർക്കിടയിലേക്ക് ഈ ഒരാൾ, ഈ പറയുന്ന അസം സ്വദേശിയായിട്ടുള്ള ഈ പ്രതി മധുർജ സോനവാൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ പോലീസുകാർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മാത്രമല്ല, അവിടെ ആകെ ഉള്ളത് 4 ജയിൽ ജീവനക്കാരാണ്. 114 പേർക്കായിട്ട് 4 പേരാണ് അവിടെ വാർഡന്മാരായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 4 പേര് 114 പേരുടെ കാര്യം എങ്ങനെ നോക്കും? അതിനിടയിലാണ് ഇവിടെ പണിക്ക് വന്നിരിക്കുന്നത്. ആ പണിക്കാരുടെ അതേ ഷേപ്പ്, അതേ ശാരീരിക ആകൃതി തന്നെയാണ് ഈ പറയുന്ന പ്രതിക്കുമുള്ളത്. അപ്പോൾ ഈ പ്രതി തന്ത്രപരമായി ടോയ്ലറ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ പണിക്കാരായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കൂടി അയാൾ രക്ഷപ്പെട്ടു പോയി. ഇതാണ് മധുർജ സോനവാൾ എന്ന് പറയുന്ന പ്രതി തന്ത്രപരമായി ഈ ഓണത്തിനിടയ്ക്ക് പോലീസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അവരുടെ ജോലിഭാരം ഇരട്ടിപ്പിച്ചുകൊണ്ട് ജയിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആലുവ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യാപകമായ നിലയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്പടിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം. ഈ ജയിൽ ചാടിയ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ അന്വേഷണം ഊർജിതമായിരിക്കുന്നു. ആലുവ പോലീസാണ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് പോലീസുകാരെ സമീപ പ്രദേശങ്ങളിലെ എടത്തല, പെരുമ്പാവൂർ പോലുള്ള സ്റ്റേഷനുകളിലെ പോലീസിനെ ഒക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്നാമത് നമ്മുടെ പോലീസുകാർക്ക് ഇരിക്കാൻ നേരമില്ല, ഓണക്കാലമാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു
കുരിശ് വന്ന് ചാടിയിരിക്കുന്നത്, ഇങ്ങനെ ഒരു നരകനാശം വന്ന് ചാടിയിരിക്കുന്നത് അത് പോലീസുകാർക്ക് ആകെ തലവേദനയായിരിക്കുകയാണ്. ഏതായാലും അവർ അന്വേഷണം പുരോഗമിക്കുന്നു. ഏത് നിമിഷം നമ്മുടെ കേരള പോലീസിന് അറിയാമല്ലോ, അവരുടെ അന്വേഷണ സാമർഥ്യം നമുക്കറിയാവുന്നതാണല്ലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ പോലീസിന്റെ അന്വേഷണ മികവ് നമുക്ക് പല കേസുകളിലും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാടിപ്പോയ പ്രതിക്ക് എതിരായിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു. ഏത് സമയത്തും അയാളെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആലുവ പോലീസ് എത്തി നിൽക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.